الإيمان والحياء قرنا جميعا إذا رفع الشيء رفع الآخر. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബ വിശ്വാസവും ലജ്ജയും പരസ്പര പൂരകങ്ങളാണ്. ഇദാ റുഫിഅ ശൈഉ, ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ റുഫിഅൽ ആഖറു, മറ്റേതും ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ലജ്ജയില്ല എങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. കാരണം രണ്ടും പരസ്പരം ബന്ധമുള്ളതാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഈമാൻ ഏകദേശം തീരുമാനമായി നടത്തും. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. എന്താ കാരണം? ലജ്ജയില്ല ഇന്നത്തെ തലമുറയിൽ. കല്യാണ ഓഡിറ്റോറിയങ്ങൾ കണ്ടില്ലേ? കല്യാണം എത്ര വലിയ തോന്നിവാസത്തിലേക്കാണ് ഈ സമുദായം കൊണ്ടുവന്നത്. ലജ്ജ പരിപൂർണമായി ഉമ്മത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു പോയില്ലയോ? പരസ്യമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതായ സഹോദരിമാരെ അല്ലേ ഇന്ന് ഈ സമുദായം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്കും അയൽവാസികൾക്കും ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും വീട്ടിലുള്ളതാകുന്ന സർവർക്കും ഡ്രസ് കോഡാണ്. എല്ലാവർക്കും വസ്ത്രമെടുത്ത വീട്ടുകാർ കൊടുത്തിട്ടുണ്ട്, പെണ്ണിന്റെ വാപ്പ നൽകിയിട്ടുണ്ട്. ജനങ്ങളെല്ലാം കാത്തു നിൽക്കുന്നു. DJ പാട്ടിട്ടുകൊണ്ട് പെണ്ണ് കടന്നു വരുന്നു. നാട്ടുകാർക്ക് മുഴുവനും ഡ്രസ് കൊടുത്ത വാപ്പ സ്വന്തം മകൾക്ക് ഡ്രസ് കൊടുക്കാൻ മറന്നുപോയി. അവളുടെ തുണി അവിടെ ഇവിടെ മാത്രം. വരുന്നതോ പണ്ടൊക്കെ വരുന്നതാ പതുക്കെ അടങ്ങി ഒതുങ്ങി വരികയാണ്. ഇപ്പൊ ഡിസ്കോ ബ്രേക്ക് കളിച്ചുകൊണ്ട് വരികയാണ്. കുടുംബക്കാരെല്ലാം നിൽക്കുക, എല്ലാവരും ഷൂട്ട് ചെയ്യാം. ഇത് കണ്ടുകൊണ്ട് കടന്നു വരുന്ന പുതിയ പെണ്ണുങ്ങൾ അവർക്കും ഇതേപോലെ വിവാഹം വേണമെന്ന് വാശി പിടിക്കുകയാണ്. വലിയ ആലിമീങ്ങളെ, പാണക്കാട് സാദാത്യങ്ങളെ, സമുന്നതരാകുന്ന ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, ഉലമാക്കളെ കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിച്ചിട്ട് അവരാ വിവാഹ സദസ്സിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ തോന്നിവാസങ്ങൾ കാണിക്കുന്ന സമുദായം പ്രതിക്കൂട്ടിലല്ലേ സഹോദരങ്ങളെ?